ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെ ഏറ്റുമാനൂർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ചുങ്കം സ്വദേശിയായിട്ടുള്ള നോബിയാണ് ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷൈനിയുടെ 10-11 വയസ്സുള്ള അലീനയും ഇവാനയുമാണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ഇത് ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്നായിരുന്നു എന്നാണ് പരാതി ഉയർന്നത്. ഭർത്താവിൻ്റെ പീഡനത്തെ തുടർന്ന് ഇവർ ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലെത്തി ചുങ്കത്ത് നിന്നും ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലേക്ക് വന്നിരുന്നു. അതിനുശേഷമാണ് അവർ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. ഇതിനെതിരെ വലിയ ജനരോഷം ഉയർന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ അതിവേഗം ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇയാൾ പലപ്പോഴും കുറ്റസമ്മതം നടത്തിയെന്നാണ്, കുറ്റബോധത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തൻ്റെ ഭാര്യയോടും മക്കളോടും താൻ ചെയ്തത് വളരെയധികം വലിയ ദ്രോഹമായിരുന്നു എന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞതെന്നാണ് ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് പറയുന്നത്. ചോദ്യം ചെയ്യുമ്പോഴൊക്കെ തലകുമ്പിട്ടിരുന്ന് വിങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റുമാനൂർ CI പറഞ്ഞത്. കുറ്റബോധത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചത്. തൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു വീഴ്ച സംഭവിച്ചു, അങ്ങനെ തൻ്റെ ഭാര്യയും 2 മക്കളെയും നഷ്ടമായി, അതിൻ്റെ വേദനയിൽ തന്നെയാണ് ഇപ്പോഴും എന്ന് അയാൾ ചോദ്യം ചെയ്യൽ പറഞ്ഞിട്ടുണ്ട്. പോലീസ് വിശദമായി തന്നെ അയാളെ ചോദ്യം ചെയ്തു. അവസാനം താൻ പലപ്പോഴും അവരെ ദ്രോഹിച്ചിരുന്നു എന്നുള്ള കാര്യം പോലീസിന് മുന്നിൽ പറഞ്ഞു, മർദ്ദിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അയാൾ സമ്മതിക്കുകയും ചെയ്തു. ഇതോടുകൂടിയിട്ടാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നാളെ റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. കൂടാതെ ഇയാൾക്കെതിരെ കരിങ്കുന്നം പോലീസിലും കേസുണ്ട്. സ്ത്രീധനത്തെ ചൊല്ലിയുള്ള ഒരു തർക്കമുണ്ടായിരുന്നു, അതിന് പരാതി അയാൾക്കെതിരെയുണ്ട്. കൂടാതെ ഈ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും ചിലവിന് കൊടുക്കുന്നില്ല എന്നടക്കമുള്ള കേസും ഇയാൾക്കെതിരെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷൈനി എന്ന് പറയുന്ന വീട്ടമ്മയുടെയും 2 പെൺമക്കളുടെയും മരണത്തിന് കാരണക്കാരനായ ഈ നോബി എന്ന് പറയുന്ന ആളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അയാളുടെ മൊഴിയെടുക്കൽ കാര്യങ്ങളൊക്കെയാണ്. പുള്ളി വലിയ പൂങ്കണ്ണീര് ഒലിപ്പിക്കലായിരുന്നു. എന്തിനാണെന്ന് ആർക്കറിയാം ഇപ്പോൾ പൂങ്കണ്ണീര് ഒലിപ്പിക്കുന്നത്? സ്വന്തം ജനിപ്പിച്ച കുഞ്ഞുങ്ങളോട് പോലും മര്യാദ കാണിക്കാത്ത ആളാണ്. പിന്നെയാണ് ഭാര്യയോട് കാണിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നു പൂങ്കണ്ണീര് ഉപദ്രവിച്ചിരുന്നു, ഞാൻ ഉപദ്രവിച്ചിരുന്നു, അവരെ പീഡിപ്പിച്ചിരുന്നു, കുഞ്ഞുങ്ങളോട് പോലും ഞാൻ മര്യാദ കാണിച്ചിരുന്നില്ല, വളരെയേറെ കുറ്റബോധത്തോടെ വന്നിരുന്നു പറയുവാന്ന്. ഇയാളുടെ കുറ്റബോധം എന്തിനാണിപ്പോൾ? മരിച്ചു കഴിഞ്ഞു, അവരെല്ലാം മറവും ചെയ്തു. ഇതിന് ഇപ്പോൾ വന്നിരുന്നു കുറ്റബോധിച്ചിട്ട് എന്നാ കാര്യം? ഇതൊക്കെ ഇവരുടെ നാടകമാണ്. കാരണം ഇവൻ്റെ സഹോദരനാണ് ഈ സുപ്രീം കോടതിയിലെ വക്കീലും അച്ഛനും എല്ലാം ആയ ആ ഒരു ബോബി എന്ന് പറയുന്ന അയാൾ പറഞ്ഞു കൊടുത്തിട്ട് എങ്ങാണ്ട് അയാൾ ഇവിടെ വന്നിരുന്നു ഇപ്പോൾ പൂങ്കണ്ണീര് ഒലിപ്പിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്ന്. അവനെപ്പറ്റി പിന്നെ പറയാതിരിക്കുക നല്ലത്. ഉള്ള അച്ഛന്മാരുടെയൊക്കെ സപ്പോർട്ടുണ്ട് പുള്ളിക്ക്, അവരുടെ സഭയുടെ സപ്പോർട്ട്. അതുകൊണ്ട് അങ്ങനെ ഓസ്ട്രേലിയയിൽ അവിടെ പാത്തിരിക്കുക. അവിടെയാണ് അടിച്ചു പൊളിച്ചുള്ള ജീവിതം. അതിന് വേണ്ടിയിട്ടല്ലേ അങ്ങോട്ട് പോയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. ഓസ്ട്രേലിയയിലുള്ള ഈ അച്ഛൻ്റെ കയ്യിൽ തെറ്റില്ല എങ്കിൽ അയാൾക്ക് ഇങ്ങോട്ട് വരാലോ. നാട്ടിലെ എല്ലാവരുടെയും ജനരോഷം നമ്മൾ കണ്ടതല്ലേ. ഇപ്പോൾ ഒരുപാട് പേരിങ്ങനെ ഒപ്പ് ശേഖരണമൊക്കെ നടത്തുന്നുണ്ട് ഇയാളെ അവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇയാൾക്ക് വന്നാലെന്താ? വന്നിട്ട് പറയണം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പുള്ളി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല, എനിക്കെതിരെ അന്യായമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രതികരിക്കാത്തത് എന്താണ്? അവിടെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? ഇവിടെ നാട്ടിലാണെ രാഷ്ട്രീയക്കാരും അവരുടെ സഭാ നേതൃത്വങ്ങളൊക്കെ ഉണ്ട് അയാളെ സപ്പോർട്ട് ചെയ്യാൻ. ഈ സഭാ നേതൃത്വങ്ങളൊക്കെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാളെ ഇത്രയും തെറ്റ് ചെയ്തൊരു വ്യക്തിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവരുടെ കള്ളക്കളികളും അവരുടെ തോന്നിയാസങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തിരുന്നത് ഈ പുള്ളിക്കാരനെ. കാരണം സുപ്രീം കോടതിയിലെ വക്കീലായിരുന്നല്ലോ. പുള്ളിക്ക് വേണ്ടിയിട്ട് ആ സഭയുടെ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ബാധിച്ചത് പുള്ളിയായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇപ്പം ഈ സഭ ഇയാളെ പൊക്കിക്കൊണ്ട് കിടക്കുന്നത്. കാരണം ഉപ്പ് തിന്നുന്നവനല്ലേ വെള്ളം കുടിക്കത്തുള്ളൂ. നോബി എന്ന് പറയുന്നവനെ തന്നെ അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? ഈ ജനരോക്ഷം ഉള്ളത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. ഇല്ലെങ്കിൽ അതുമില്ല. ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് നീതി കിട്ടുക? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവരുടെ പുറകെ രാഷ്ട്രീയക്കാരും വലിയ വലിയ സഭാ നേതാക്കളൊക്കെ ഉള്ളപ്പം ഇങ്ങനെ ഷൈനിയെ പോലുള്ള സാധുക്കൾക്കൊന്നും നീതി കിട്ടില്ല. അതാണ് എല്ലാവർക്കും ഇപ്പോൾ അതാ വേണ്ടത്. ചിലർ പറയുന്നു 2 പക്ഷത്ത് നിന്ന് നിങ്ങൾ സംസാരിക്കാതെ ഒരു പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നത് എന്താണ്? ഒരു പക്ഷത്തു നിന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഷൈനി എന്ന് പറയുന്ന ആ വ്യക്തി കടന്നുപോയത് അത്രമാത്രം ദുരനുഭവങ്ങളിലൂടെയായിരുന്നു. അവരെ ശരിക്കും അയാൾ ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും പീഡിപ്പിച്ചിരുന്നു. ഷൈനി എന്ന് പറഞ്ഞ ആ വ്യക്തിയെ അല്ല, കൂടാതെ അവരുടെ 2 പെൺമക്കളെയും സ്വന്തം ജനിപ്പിച്ച കുഞ്ഞാന്ന് പോലും മനസ്സിലാക്കാതെ. അതോടൊപ്പം ഈ ഷൈനി എന്ന് പറയുന്ന ആൾ വേറെ മാതാപിതാക്കളുടെ മകൾ തന്നെയല്ലേ. ഇവർ കിടന്നൊരു മാതാപിതാക്കൾക്കില്ലേ വിഷമം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം വന്നിരുന്നു പൂങ്കണ്ണീര് ഒലിപ്പിക്കുക. ആരെ കാണിക്കാനാ? നാട്ടുകാരെ കാണിക്കാനാ? ആൾക്കാർക്കൊക്കെ മനസ്സിലായി നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ. നിങ്ങൾ എന്താ പറയുക, പൂച്ച 4 കാലേ വീഴൂ എന്ന് പറയുന്ന പോലെ നിങ്ങളെല്ലാം പഠിച്ചിട്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപദേശിച്ച് തരാൻ ആൾക്കാരുണ്ട്. നോബിക്ക് ഉപദേശിച്ച് തരാൻ ബോബി എന്ന് പറയുന്ന അച്ഛനുണ്ട്. എല്ലാ നിയമവും പഠിച്ച് പാസ്സായിട്ടിരിക്കുക. അപ്പോൾ അയാൾ പോയി പറഞ്ഞു കൊടുത്തു, നീ കുറ്റബോധത്തോടെ അങ്ങ് വിങ്ങി പൊട്ടി അങ്ങ് പോലീസിനോട് പറഞ്ഞേരെ, അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കാണും. അതിനാണ് ഇവിടെ വന്നിരുന്നത് ഇപ്പോൾ വലിയ പൂങ്കണ്ണീര് ഒലിപ്പിക്കുന്നത്. ഈ നോബി എന്ന് പറയുന്ന ഈ വ്യക്തി
ഈ ഷൈനി എന്ന് പറയുന്ന അയാളുടെ ഭാര്യയ്ക്ക് ഡൈവോഴ്സിന് പോലും അനുവാദം കൊടുത്തിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അനുവാദം കൊടുത്തിരുന്നില്ല. തെളിവുണ്ട്. പലരും ചോദിക്കുന്നത് നിങ്ങൾ എവിടെ നിന്ന് തെളിവിലെടുത്തിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. തെളിവുണ്ട്, ഞാൻ കേൾപ്പിച്ച് തരാം തെളിവ്. ഷൈനി എന്ന് പറയുന്ന ആ ചേച്ചി അതിൻ്റെ കൂട്ടുകാരിയോട് സംസാരിക്കുന്നുണ്ട് അവരുടെ ഡൈവോഴ്സ് കേസിനെ പറ്റി. അതിൻ്റെ വോയിസ് ഒന്ന് കേട്ട് നോക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എത്ര നാളായിട്ടും വക്കീൽ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇട്ടിരുന്നു. ഏപ്രിൽ 9 അന്നേരത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ചെറുതാനുള്ള പൈസ അയക്കി വെക്കാമോ അങ്ങനെയൊക്കെ പറയുന്നത്. എന്താ ചെയ്താന്നറിയത്തില്ല. അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. ആ ചേച്ചി പറയുന്നത് കേട്ടോ, 4 വട്ടമാണ് നോട്ടീസ് പുള്ളി കൈപ്പറ്റാതിരുന്നത്. 4 വട്ടം. എന്നിട്ട് പുള്ളിക്കാരി പറയാം ഇതെങ്ങനെ പെട്ടെന്നൊന്നും തീരുമെന്ന് തോന്നുന്നില്ല, ഇത് സമയം എടുക്കുമെന്നാണ് തോന്നണേന്ന്. അപ്പോൾ ആ പുള്ളി അത് കൈപ്പറ്റിയിരുന്നില്ല. പുള്ളി നാട്ടിൽ വന്നു. എന്നിട്ടും പുള്ളിക്ക് അത് എങ്ങനെയാണെന്നോ എന്താണെന്നോ അന്വേഷിക്കണമെന്നോ കൈകാര്യം ചെയ്യണമെന്നോ ഒന്നുമില്ല. പുള്ളി അപ്പോൾ ഇവരെ കംപ്ലീറ്റ് ഒഴിവാക്കി നടക്കുമല്ലായിരുന്നോ? എന്നിട്ട് ഇപ്പോൾ വന്നിരുന്ന് കരഞ്ഞ നാട്ടുകാരെ പൊട്ടരാക്കാമെന്ന് വിചാരിച്ചോ? ഈ ജനങ്ങളെയൊക്കെ പൊട്ടരാക്കാമെന്ന് അയാൾ വിചാരിച്ചേ? എന്നാൽ ചേച്ചി കൃത്യമായിട്ട് അതിൻ്റെ ഫ്രണ്ടിനോട് പറയുക, 4 വട്ടം നോട്ടീസ് ആയിട്ട് പുള്ളി കൈപ്പറ്റിയിട്ടില്ല. എന്താ റീസൺ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇത് ഉടനെ തീരുന്ന പരിപാടിയൊന്നും അല്ലാന്ന്. 3 എണ്ണത്തിൻ്റെ നീ മണ്ണിനടിയിലാക്കിയിട്ട് ഇനി ഇരുന്ന് കുറ്റബോധിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. എന്തിനേറെ പറയുന്നു, നിങ്ങൾക്കുണ്ടായിരുന്ന മൂത്ത മകനെ പോലും ആ അമ്മയ്ക്കെതിരെ നീ തിരിച്ചില്ലേ? അമ്മ തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് കേസ് കൊടുപ്പിച്ചില്ലേ? അതിൽ തരം ക്രൂരത എന്തുണ്ട്? ഇത്രയും സാധുവായ ഒരമ്മ, ആ അമ്മ ആ കൊച്ചിനെ തല്ലിയെന്നും പറഞ്ഞ് കള്ളക്കേസ് കൊടുപ്പിച്ചു നീ. ഈ ജനങ്ങൾ ഈ ഓസ്ട്രേലിയയിൽ നിന്ന് ഇവൻ്റെ സഹോദരൻ നോബി ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുക, അവരെ പഞ്ഞിക്കിടാൻ വേണ്ടിയിട്ട്. പക്ഷെ വന്ന് കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അവൻ വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അങ്ങ് സുപ്രീം കോടതിയിലെ വലിയ വക്കീലല്ലേ, അങ്ങ് ചെന്നാൽ എനിക്ക് നിയമമൊക്കെ എടുത്ത് ഞാനങ്ങ് കൈകാര്യം ചെയ്യാം, ആരും എന്നെ ഒന്നും ചെയ്യത്തൊന്നുമില്ല, ഇവിടെ ഒളിഞ്ഞിരുന്നാലും എനിക്ക് പലതും ചെയ്യാമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നാട്ടുകാർ നിന്നെ എങ്ങനെ പഞ്ഞിക്കിടുന്നു എന്നുള്ളൊരു തെളിവും കൂടെ ഞാൻ കാണിച്ചു തരാം. ആ ജനങ്ങൾ പറയാം നീ കൊണ്ട് തിന്ന്, നീ എന്തിനു വന്നതാ ഇപ്പോന്ന്. ശരിയല്ലേ? എല്ലാം കഴിഞ്ഞ് അതുങ്ങൾ അമ്മയും മക്കളെ ഏതാന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അതുങ്ങളെ തൂത്തുവാരിയെടുത്തു. എന്നിട്ട് അതിനെ പിന്നെ സ്വീകരിക്കാൻ വേണ്ടി വന്നേക്കുക വലിയ ആംബുലൻസിൽ, വലിയ ആർഭാടമായിട്ട്. ഇതൊക്കെ എന്തിനാണ് മരിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നത്? അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കൊരു നന്മ ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാതെ എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നിട്ട് വലിയ പൂങ്കണ്ണീര് ഒലിപ്പിച്ച് വലിയ ആംബുലൻസിൽ അവരെ വലിയ പൂച്ചണ്ടൊക്കെ വെച്ച് കൊണ്ടുപോയിട്ട് എന്താ കാര്യം? അവരെ ജീവിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ആ സ്ത്രീയും ആ കുട്ടികളും ഇന്ന് ഈ ലോകത്തുണ്ടായേനെ. അവരെ ജീവിക്കാൻ അനുവദിച്ചില്ല ഒരു തരത്തിലും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ സൈഡിൽ നിന്ന് അവർക്ക് ഒരു സഹായം എന്ന് പറയണതില്ല. ഭർത്തൃ വീട്ടിൽ നിന്നില്ല, സ്വന്തം വീട്ടിലേക്ക് അവർ പോയിരുന്നു. പക്ഷേ എന്നാൽ പോലും അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. പിന്നെ അവരുടെ സഹോദരങ്ങൾ അവരൊക്കെ വലിയ നല്ല നിലയിലാന്നൊക്കെ പറയുന്നു. സഹായിച്ചിട്ടുണ്ടാവാം, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. എന്നാൽ പോലും സ്വയം അവർ ചിന്തിക്കില്ലേ, ഞാൻ ആർക്കും ഒരു ബാധ്യതയാവരുത്, എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട, ഭർത്താവ് ജനിപ്പിച്ച 2 പെൺകുഞ്ഞുങ്ങൾ എൻ്റെ ഒപ്പമുണ്ട്, ആ കുഞ്ഞുങ്ങളെ അവർക്ക് വേണ്ട, പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കില്ല. ആ 2 കുട്ടികളുടെ ഭാവി ഓർത്ത് കാണാം അവർ. ആ കുഞ്ഞുങ്ങളെ എങ്ങനെ ഞാൻ വളർത്തും? ഒരു ജോലിയില്ല, ആ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം, 2 കുട്ടികളും പഠിക്കുമല്ലേ, അവരുടെ ഫീസ്, അവരുടെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അവരുടെ ആഹാരത്തിന് കണ്ടെത്തണം, അവരെന്ത് ചെയ്യും? എല്ലാ വഴിയും അവരുടെ മുമ്പിൽ അടഞ്ഞു. എന്നിട്ടിപ്പോൾ വലിയ സംസ്കാര സമയത്ത് വലിയ പൂച്ചട്ടും ബൊക്കയൊക്കെ ആയിട്ട് വന്നിരിക്കുമോ നിങ്ങൾ? എന്തിന്? ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തരി സമാധാനം അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല, നേരെ ഒരു ആഹാരത്തിന് കൊടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് നിങ്ങൾ ശവാടക്കന് വലിയ പല്ലക്കുമായിട്ട് വന്നിരിക്കുക. നിങ്ങളൊക്കെ എന്ത് മനുഷ്യത്വമാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യത്തിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സമാധാനപരമായുള്ളൊരു ജീവിതം. അതുപോലും അവർക്ക് നിങ്ങൾ കൊടുത്തില്ല. എന്നിട്ട് വലിയ പൂക്കണ്ണീര് ഒലിപ്പിച്ച് വന്നിരിക്കുക. ഞാൻ അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇപ്പോൾ അവരുണ്ടോ ഈ ലോകത്ത്? ഇത് കേൾക്കാനും ഇല്ല, നിൻ്റെ കണ്ണീര് കാണാനും അവരില്ല. ഈ അച്ഛനെ എത്ര വേഗം ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ അയാളെ വരുത്തണം. ഇപ്പം എല്ലാവരും സൈനൊക്കെ ശേഖരിക്കുന്നുണ്ട്, എത്ര വേഗം അതൊക്കെ നടക്കട്ടെ, അയാളെ എത്ര വേഗം വന്നേ പറ്റും. അയാൾക്ക് എതിരെ കേസെടുക്കണം, സഭ അയാളെ പുറത്താക്കണം, ഇത് മാതൃകപരമായി ശിക്ഷിക്കണം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ നാട്ടിൽ. എന്ത് തെറ്റ് ചെയ്താലും ഈ തെറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്.
ഈ ഷൈനി എന്ന് പറയുന്ന അമ്മയ്ക്കും അവരുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം. അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് കൊല ചെയ്യിക്കുകയാണ് ചെയ്തത്. അല്ലാതെ അവരെ ആത്മഹത്യ ചെയ്താന്ന് പറയത്തില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കൂ. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.